ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലേ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കണേ. ഇവിടെയും തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോണ്. അപ്പം അച്ഛൻ്റെ വർത്തമാനങ്ങൾ എല്ലാ കൂട്ടുകാരും മെസ്സേജിലൂടെയും വിളിച്ചാണ്ടൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനിപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ മരുന്നിൻ്റെതായ ക്ഷീണമൊക്കെ കാണാനുണ്ട്, എന്നാലും അതങ്ങനെ സാവകാശം മാറിക്കോളും എന്ന് വിചാരിക്കണം. അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ പ്രാർത്ഥന ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാട് കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ. നിങ്ങളാ വിളിയും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആർക്കും ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ. നമ്മളെ മനസ്സിന് പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണം, പക്ഷെ അതിനൊരു ഇത്തിരി സമയമെടുക്കും. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത്. പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് തന്നെയാവും, ഒന്നിനും നമുക്ക് തോന്നൂല കേട്ടോ. എല്ലാത്തിനോടും ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ഇടാതിരുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലുള്ളൂ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതിടണമെങ്കിലും ഒക്കെ ഒരുപാട് ടൈം വേണ്ടേ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, കണ്ടെത്തണമെങ്കിൽ നമുക്ക് മനസ്സിനൊരു സുഖം വേണം, എന്നാലേ ഉള്ളൂ അതിനൊക്കെ ടൈം ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നിനും സമയമില്ലാത്ത പോലെയാവും നമുക്ക്. ഇന്ന് എന്തെങ്കിലും ചെയ്യണുണ്ടോ, ഒന്നും ചെയ്യാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇടണം എന്നൊക്കെ വിചാരിച്ചെടുത്തതായിരുന്നു. പക്ഷേ എങ്കിൽ അതിന് ശേഷമാണ് പിന്നെ അച്ഛനങ്ങനെ എന്താ പറയുക, തീരെ വയ്യാത്ത പോലെയൊക്കെയാണ് തോന്നി. അപ്പോൾ പിന്നെ എന്താ പറയുക, അതിൻ്റെ പിന്നാലെ തന്നെയാണ്, ഹോസ്പിറ്റലിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്നാലും ഒരു സമാധാനം ഉണ്ട് എന്ന് പറയാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയുക, ഒരു വീഡിയോ എടുക്കണവർക്ക് അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ഇങ്ങോട്ട് വെറുതെ ഡിലീറ്റ് അടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എടുത്ത് വെച്ച വീഡിയോ ഡിലീറ്റ് അടിക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് അതന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിളിക്കുന്ന കൂട്ടുകാരൊക്കെ പറയലുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും ആദ്യം എടുത്ത് വെച്ചതുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് മുന്നേ 2 വീഡിയോസ് എടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് കേട്ടോ ഇന്ന് ഇടുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ 5 മണിയൊക്കെ ആകാൻ സമയത്ത് നീച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഓരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ സാമ്പാർ കുക്കറിൽ വെച്ചാലൊക്കെ മതി, പെട്ടെന്നാവും. പക്ഷേ എങ്കിൽ കുക്കറിൽ വെച്ച സാമ്പാറിനോട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വിറക് കുറവായത് കാരണമാണ് ഇപ്പോൾ ഗ്യാസുമ്പോൾ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം ചോറൊക്കെ തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിലേക്ക് വെച്ചിരുന്നു. പിന്നെ ഇന്ന് ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ചോറിക്കും ആയല്ലോ, അപ്പോൾ വേഗമാണ് കേട്ടോ പണിയൊരുക്കാൻ. 2ക്കും ഒരു കറി മതിയല്ലോ. അപ്പോൾ രാവിലത്തേക്കും ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ അങ്ങോട്ട് എന്താ പറയുക, വലിയൊരു സാമ്പാറാണ്ട് വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ കറിമയ്ക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വലിയ കാലത്ത് തന്നെ സാമ്പാർ വെക്കുന്നത്. അപ്പോൾ ആദ്യം പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മല്ലിപ്പൊടി നമ്മൾ വറുത്തിട്ട് പൊടിച്ചാലും എനിക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഞാനൊരു ചീനച്ചട്ടിയിൽ തന്നെ വെണ്ടയ്ക്ക വാട്ടിയെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക വാട്ടാതെ ഇടലുണ്ട്, പക്ഷെ ചിലപ്പോൾ ഞാൻ വാട്ടിയിട്ട് ഇടലുണ്ട് കേട്ടോ. വാട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര കൊഴുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പലരും പല രീതിക്കും സാമ്പാർ വെക്കൂലേ, ഞാനും തന്നെ പല രീതിക്കും വെക്കലുണ്ട്. അപ്പോൾ അതിലൊരു രീതിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല. ഒന്നാമത് ഞങ്ങൾക്ക് നേരത്തെ പോകണം, 8:30ക്കൊക്കെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ നീക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുപ്പിയിൽ വെളിച്ചെണ്ണ ഇങ്ങനെ കുറേ ഒഴിച്ച് വെക്കലുണ്ട്, നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ കുപ്പിയിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മ എപ്പോഴും പറയും നമ്മൾ വിചാരിച്ചതാവില്ല ഇന്ന് വരിക എന്നുള്ളത്. അത് സത്യമാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ കുറച്ച് മതിയെന്ന് വിചാരിക്കും, പക്ഷെ അപ്പോൾ തോനെ വരും. തോനെ വരണമെന്ന് വിചാരിച്ചാൽ കുറച്ച് വരുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം ആ ഒരു കുപ്പിക്ക് തന്നെ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് തലേ ദിവസം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പണികൾ ഒരുക്കാം കേട്ടോ. അപ്പം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തലേന്ന് തന്നെ വിചാരിക്കുകയാണെങ്കിൽ വേഗം ഓരോന്ന് ചെയ്ത് വെക്കും കേട്ടോ. ഇല്ലെങ്കിലോ രാവിലെ നമ്മൾ ഒന്നും കൂടി നേരത്തെ നീക്കേണ്ടി വരും, മാത്രമേ ഉള്ളൂ.
അപ്പോൾ മുരിങ്ങാക്കായൊക്കെ അപ്പോൾ ഇഷ്ടം പോലെ കിട്ടാണ്ട് കേട്ടോ, ആർക്കും വേണ്ടാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇഷ്ടം പോലെ മുരിങ്ങാക്കായൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഷ്ണങ്ങൾ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കഷ്ണം തിന്നണ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറത്തേക്ക്. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ ഇടുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാക്കുന്നതാണ് കിഴങ്ങൊക്കെ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ചായിരുന്നു. പിന്നെ അതിലേക്ക് വെണ്ടയ്ക്ക വാട്ടിയതും തക്കാളി മുരിങ്ങാക്കായും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളവും ചേർത്തിട്ടുണ്ട്. വാളംപുളീൻ്റെ വെള്ളമല്ലേ, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ തക്കാളി ഇടുമ്പോൾ പുളിവെള്ളം ഒഴിക്കൂല കേട്ടോ, ഞാനിവിടെ ഒഴിക്കലുണ്ട്. അപ്പോൾ അമ്മ ഇതാക്കണ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ അമ്മ മുറ്റൊക്കെ അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് തിരുമ്പട്ടെ എന്ന് പറഞ്ഞിട്ട് തിരുമ്പാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശ എനിക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. എണ്ണയൊക്കെ പരത്തി ഇങ്ങനെ ചുടുന്നതാണ് ഇഷ്ടം. അപ്പോൾ സമയമുള്ളതിനനുസരിച്ചൊക്കെ ഓരോന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു അടുപ്പിൻ്റെ അവിടുത്തെ ജനൽ കൂടി ആ ഒരു സൂര്യൻ്റെ വെളിച്ചം വല്ലാതെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ക്യാമറയിൽ എന്താ പറയുക തീരെ ഒരു തെളിച്ചം ഉണ്ടാവില്ല, ഞാൻ എപ്പോഴും അത് വിചാരിക്കലുണ്ട്. പിന്നെ അവിടുത്തെ ആ ജനൽപ്പുളി എടുത്ത് വെച്ചതാണ്, നമുക്ക് നല്ല വെളിച്ചം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ലോഡ് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ലേ ഇപ്പോൾ, അതുകൊണ്ട് കുറച്ചധികം തന്നെ ദോശ ചുട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി മാവ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സാമ്പാറിൻ്റെ പണി കഴിയാത്തത് ഞാൻ ആദ്യം പൊടികളൊക്കെ ഇട്ടിട്ട് വറവിടാന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ പിന്നെയാണ് വിചാരിച്ചത് വറുത്തരച്ച് വെക്കാന്നുള്ളത്. കണ്ണനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ചിട്ട് സാമ്പാർ വെച്ചാൽ. അപ്പം ഞാൻ ആദ്യം ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ടോ, കഷ്ണങ്ങളൊക്കെ വെന്ത് കിടക്കല്ലേ. അപ്പം ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് പിന്നെ അതൊന്ന് ചൂടാറി പിന്നെ അരച്ചെടുത്തിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ അതുവരെ ഞാനൊന്ന് ഓഫാക്കിയിട്ടായിരുന്നു. പിന്നെ അതാ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നാളികേരമൊക്കെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നാളികേരം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഞാനതിൽ ചേർക്കലുള്ളത് പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി 1-2 അല്ലി ചേർക്കും കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ചെറിയ ജീരകം എടുക്കും, 2 മണി കുരുമുളക്, പരിപ്പ്, ഉലുവ, ഉഴുന്ന്, കടുക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചേർക്കലുള്ളത് കേട്ടോ. പലരും പലതാവും, പല രീതിക്കാവും വെക്കുകയെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. അപ്പം ഞാനിങ്ങനെ ഒരു രീതിക്ക് വെക്കും കേട്ടോ. 2 മണി കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ അരച്ചെടുത്തു. അപ്പോൾ അത് കറിയിക്കാണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. സാമ്പാർ ഒരു കലം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കലം വെച്ചാലും ഒരു പേടിയില്ല കേട്ടോ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരങ്ങനെ കൂട്ടിക്കോളും. ഇനിയിപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതിയല്ലോ, പിറ്റേ ദിവസം നമുക്ക് ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വറവിടുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. പിന്നെ അതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കും, കറിവേപ്പില, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. കായപ്പൊടി കുറച്ച് മുന്നേയും ചേർത്ത് കൊടുക്കും. പിന്നെ ഈ വറവിടുന്ന സമയത്ത് കുറച്ചും കൂടിയും ചേർക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചട്ടണിക്ക് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, എപ്പോഴും കൂട്ടുകാർ ചൂടാക്കണ്ടെന്നാണല്ലോ പറയില്ലേ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് വറവിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം അതിൻ്റെ പണിയെടുക്കട്ടെ വിചാരിച്ചിട്ട് ചീനച്ചട്ടിയിൽ ആദ്യം പിന്നെ നമ്മളെ ചട്ടണിക്കുള്ളത് വറവിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും അങ്ങനെയാണ് വറവിട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലേക്ക് ഇപ്പോൾ ഭയങ്കര പഞ്ചാണ് കേട്ടോ. ഈ വേനലായിട്ടാണ് തോന്നുന്നത്, എവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 2 ഇല്ലി കിട്ടും. അതെന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടാൻ കിട്ടലില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ ആവൂലേ. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നിട്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടോ. കുറേ സമയം ഇരിക്കേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം കേട്ടോ, എപ്പോഴും ഒരേപോലെ ആവൂലല്ലോ. അപ്പോൾ എഡിറ്റിങ്ങിൽ തന്നെ ഇനിയിപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ അത് വീണ്ടും തിരിച്ചെടുക്കാൻ കുറച്ച് പണിയാകുമല്ലോ. അപ്പോൾ ഏട്ടന് ഇതാക്കണ ഇവിടെ പണിക്ക് പോകാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 8 മണിയാകാം സമയത്ത് ഏട്ടന് ചായയൊക്കെ കൊടുത്തു. കണ്ണന് ഇതാക്കണ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാക്കണ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ റേഷനരി വെച്ചിട്ടുണ്ട്, ഏട്ടനെ ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഇനി വേവുള്ളത് അവിടെ അടുപ്പത്തിട്ട് പോയാൽ അമ്മ നോക്കിക്കോളും. അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ മനസ്സിനൊരു സുഖമാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒക്കെ പാടെ അമ്മയ്ക്ക് ഭാരമാവില്ലല്ലോ. അപ്പോൾ അമ്മയും അച്ഛയും പോവാന്ന് പറഞ്ഞു, എന്നാലും ഞാനും കൂടിയും പോയാൽ എനിക്കൊരു സമാധാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ 3 ആളും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ എല്ലാവരും ചായയോടെയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് റോട്ടുമ്മയ്ക്ക് പോന്നിട്ടുണ്ട്. 8:30 ഒരു ബസ്സുണ്ട്, അതിന് കണക്കാക്കിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.